ഹായ് വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. എക്സലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രണ്ട് ഫോർമുലാസിൻ്റെ പറഞ്ഞു തരികയാണെന്ന്. ഒന്നാമത്തെ ടെസ്റ്റ് ഫോർമാറ്റാണ്. ആ ടെസ്റ്റ് ഫോർമാറ്റ് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഡേറ്റ് എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഡേറ്റ് ടൈം അതൊക്കെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ടെസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. രണ്ടാമത്തത് റിയൻ ഇഫ് ഓർ അറിയുന്ന ഫോർമുലയാണ്. ഫസ്റ്റ് പറയുന്നത് ടെസ്റ്റാണ്. ടെസ്റ്റിൻ്റെ ഫോർമുല പറയുന്നത് ഈക്വൽ ടു ടെസ്റ്റ് എന്നിട്ടിട്ട് ഏതാണോ നമുക്ക് സെല്ല് സെലക്ട് ചെയ്യേണ്ടത്, ഞാൻ A7 ആണ് സെലക്ട് ചെയ്തത്, അത് ഈക്വൽ ടു എന്നിടുക, ടെസ്റ്റ് എന്നിടുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയ വാല്യൂ പറയണത് ഈ ഡേറ്റ് പറയേണ്ട സെല്ലാണ്, കോമ ഇടുക. നമുക്ക് വേണ്ടത് ഡേറ്റ് ആണ്. ഡേറ്റിൻ്റെ ഇപ്പോൾ നമുക്കൊരു സൺഡേ മൺഡേ ആ ഒരു ഇതല്ലേ വേണ്ടത്. ആ ഒരു ഫോർമാറ്റിൽ ഫുൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ 3D ഇട്ടിട്ടുള്ളൂ. 3D ഇട്ടിട്ട് ഞാൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് പറയണത് കുറച്ച് ഒരു ഫ്രൈഡേ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡേ ഏതാണെന്ന് മനസ്സിലായി. ഫ്രൈഡേ ആ ഒരു ടെസ്റ്റിന് നമുക്ക് ഒന്ന് ചുരുക്കി ഞാൻ 4 എന്നുള്ളത് 3 ആക്കിയപ്പോൾ നമുക്ക് 3 വാക്ക് ഫ്രൈഡേ എന്നുള്ളത് വന്നു. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് വാട്ടവർ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത്. രണ്ടാമത്തെ പറയുന്നത് ഇഫ് ആണ് ഓപ്ഷനാണ്. ഇഫ് അതിൻ്റെ ഉള്ളിലായിട്ട് ലോജിക്കൽ ടെസ്റ്റ് ഇഫ് പിന്നെ ഓറിഡിട്ട് ആയിരുന്നുള്ളതാണ് നമ്മൾ കമൻറ്റ് കൊടുക്കുന്നത്. ആ മുകളിലുള്ള വാല്യൂസില്ലേ മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ ടു സൺഡേ ആ ഒരു വാല്യൂ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു വാല്യൂ നമുക്കിപ്പോൾ മാറ്റി കൊടുക്കുമ്പോൾ റേറ്റിൻ്റെ മാറ്റി കൊടുക്കുമ്പോൾ മാറ്റി കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അതിനനുസരിച്ച് നമുക്ക് ഇവിടെയും ചേഞ്ച് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞത് നമ്മളിവിടെ ആപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളത്. ഈ ഫോർമുലാസ് രണ്ടും പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള 2 ഫോർമുലാസാണ്.